കേട്ടറ്റിന് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈക്കോളജിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. The word psychology is originated from the Greek word psyche and logos. സൈക്കോളജി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. സൈക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സോൾ എന്നും ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എന്നുമാണ്. അപ്പോൾ സൈക്കോളജി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നാണ്? സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഇനി സൈക്കോളജിയുടെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോൾ. നമ്മൾ പറഞ്ഞല്ലോ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടായിട്ടുള്ളത് സൈക്കെ ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് ആരാ? അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോ ആണ്. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സോൾ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡെഫിനേഷൻ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് വന്ന ഡെഫിനേഷനാണ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്. അതായത് മനസ്സുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനമാണ് സൈക്കോളജി എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ആരായിരുന്നു? കാണ്ട്. അപ്പോൾ ആരാണ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്? കാണ്ട്. പക്ഷേ എന്താണ് മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഡെഫിനേഷൻ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് വന്ന ഡെഫിനേഷനാണ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്. അതായത് ബോധതലത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനമാണ് സൈക്കോളജി എന്നാണ് പറഞ്ഞത്. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്. അത് പറഞ്ഞത് ആരാണ്? വില്യം വൂണ്ടും വില്യം ജെയിംസും ആണ്. ഈ ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്താണ് കോൺഷ്യസ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്ന ഡെഫിനേഷനാണ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ. അതായത് വ്യവഹാരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണ്? ജെ.ബി. വാട്സൺ. അപ്പോൾ എന്താണ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓവേർട്ട് ബിഹേവിയർ ഉണ്ട്, കവേർട്ട് ബിഹേവിയർ ഉണ്ട്. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ ഉണ്ട്, ഇൻഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷനാണ് കൂടുതലായിട്ടും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ. അപ്പം 4 ഡെഫിനിഷനും ഓർക്കണം ആരൊക്കെയാണ് പറഞ്ഞതെന്നും. പിന്നെ സൈക്കോളജി എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് സൈക്കെ ആൻഡ് ലോഗോസ് എന്നാണ്. അത് ഓർത്തു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഒരുപാട് തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ തിയറീസ് നമ്മൾ പഠിച്ചു. പക്ഷെ അവർ ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇനി എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തേതാണ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദം എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാളുടെ പേരാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത്. നമ്മൾ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞല്ലോ, ആ ഡെഫിനിഷൻ പറഞ്ഞ ആളാണ് വില്യം വൂണ്ട്. അത് മാത്രമല്ല അദ്ദേഹമാണ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേര് എല്ലാവരും സ്ട്രക്ചറലിസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തതാണ് ഫങ്ഷണലിസം അല്ലെങ്കിൽ ധർമ്മവാദം എന്ന് പറയുന്നത്. അതിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, ജോൺ ഡൂയും വില്യം ജെയിംസും. വില്യം ജെയിംസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ വരുന്ന ആളാണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി ആണ് വില്യം ജെയിംസ്. അപ്പോൾ ഫങ്ഷണലിസം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം വില്യം ജെയിംസും ജോൺ ഡൂയും. പിന്നെ ജസ്റ്റാൾട്ടിസം ആണ് അല്ലെങ്കിൽ സമഗ്രതാവാദം എന്ന് പറയുന്നു. അതിൽ ഓർത്തു വയ്ക്കേണ്ട 3 പ്രധാനപ്പെട്ട പേരാണ് കോഹ്ലർ, കോഫ്ക, വെർത്തിമർ. ഈ 3 പേര് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, താഴെ പറയുന്നവയിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണെന്നൊക്കെ. അപ്പോൾ 4ാമത്തെ ഒരാളുടെ പേരും കൂടെ തരും. അപ്പോൾ നമുക്ക് ഈ 3 പേര് കറക്റ്റായിട്ട് ഓർത്തു വെച്ചാൽ മാത്രമാണ് നമുക്കത് എക്സാമിന് എഴുതാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്ന ആൾ വാട്സൺ ആണ്. കാരണം സൈക്കോളജീനെ ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് ഡിഫൈൻ ചെയ്ത ആളാണ്. അപ്പോൾ ജെ.ബി. വാട്സൺ ഏതിലാണ് വരുന്നത്? ബിഹേവിയറിസത്തിലാണ് വരുന്നത്. പിന്നെ തൊണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഈ 3 പേരുടെ തിയറിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൊണ്ടേക്കും പാവ്ലോവും സ്കിന്നറൊക്കെ ബിഹേവിയറിസ്റ്റ് തിയറീസിലാണ് വരുന്നത്. പിന്നെ ക്ലർക്ക് എൽ ഹൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 5 പേരുടെ പേര് നമ്മൾ ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരണം. പിന്നെ അടുത്തതാണ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം എന്ന് പറയും.
അപ്പോൾ സൈക്കോ അനാലിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നൊക്കെ പറയുന്ന. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 2 പ്രധാനപ്പെട്ട പേരാണ് കാൾ യങ്ങും ആൽഫ്രഡ് ആഡ്ലറും. അപ്പോൾ സൈക്കോ അനാലിസിസിൽ വരുന്ന 3 ആൾക്കാർ ആരൊക്കെയാണ്? ഫ്രോയിഡ്, കാൾ യങ്, ആൽഫ്രഡ് ആഡ്ലർ. പിന്നെ ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്ന് പറയുന്നു. അതിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട ആൾക്കാരാണ് കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. അവിടെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കാൾ റോജേഴ്സിൻ്റെ സെൽഫ് തിയറി, അതേപോലെ എബ്രഹാം മാസ്ലോൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഹ്യൂമാനിസ്റ്റിക് വിഭാഗത്തിലാണ് പെടുന്നത്. പിന്നെ അടുത്തതാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. വൈഗോട്സ്കിയൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈഗോട്സ്കിയുടെ തിയറിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ പിയാഷെ, ബ്രൂണറും നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റും അവരുടെ സ്കൂളും ഏതാണെന്നുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ മാർക്കും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ.